പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ഋഷുവിനെ ഒരുക്കുകയാണ് കേട്ടോ. ഋഷു ആണെങ്കിലോ നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പോൾ രണ്ടാളും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിൽ പോവുകയാണ്. പിന്നെ ഓല് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണത്. അപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ. അതിനിടയിൽ മോളുവിൻ്റെ ഫ്രണ്ട് പറഞ്ഞിക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോളുവിനെ കാണാൻ. മോള് പോയല്ലേ നാട്ടിൽ വരുന്നത്, അപ്പോൾ ഓലൊക്കെ കാണാൻ വരും. അല്ലാന്നുണ്ടെങ്കിൽ മോളും അങ്ങോട്ട് പോയി മീറ്റ് ചെയ്യും കേട്ടോ. ഇപ്രാവശ്യം ആകെ 2 ദിവസത്തെ ലീവേ ഒക്കെ പെരുന്നാളിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓൾക്ക് ലഞ്ചൊക്കെ കൊടുത്തു കേട്ടോ. ലഞ്ച് എന്ന് പറയാനൊന്നും ഇപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ബട്ടർ ചിക്കൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഡെസേർട്ടായിട്ട് മാംഗോ പുഡിങ്ങും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഋഷു ഉണ്ടല്ലോ ഇക്കാൻ്റെ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുക കേട്ടോ. മോളോളെ ഫ്രണ്ട് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇക്ക വന്നതിന് ശേഷം ഞങ്ങൾ മർക്കസ് സിറ്റിക്ക് പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഗാനമേളയും ഡാൻസൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പെരുന്നാളിന് മോള് വീട്ടിൽ വന്നിട്ട് എങ്ങോട്ടേലൊക്കെ ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പെരുന്നാളിനാണല്ലോ എല്ലാവർക്കും ലീവൊക്കെ ഉള്ളത്. പക്ഷെ ഓളാണെങ്കിൽ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്നതാണ്. മാത്രമല്ല ഒക്കെ ചെറിയ പനിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോകണില്ല എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ 2ാം പെരുന്നാൾക്ക് രാത്രിയൊക്കെ പോകും വേണം, അതിനുശേഷം വേണം വീട്ടിലൊക്കെ പോകാനെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പെരുന്നാളൊക്കെ പ്രമാണിച്ച് നല്ല അടിപൊളി ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അത് കുറച്ച് സമയം കണ്ടെന്നു. പിന്നെ മാക്സിലും അതുപോലെ സുഡിയോയിലും ഒക്കെ ഒന്ന് കയറി കേട്ടോ. ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ബാഗിൻ്റെ ഹാൻഡിൽ എൻ്റെ കൈ കുടുങ്ങി. അപ്പോൾ ഇനി പറഞ്ഞിങ്ങനെ വീട്ടിലാക്കിയതിന് ശേഷം വേണം കേട്ടോ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവാൻ.